കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, രാവിലെ ഒന്നും കഴിച്ചില്ല, കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക്. அம்மா இப்படி வருத்தப்படாதீங்க அம்மா. நம்ம கேசு அந்த பொண்ணையெல்லாம் விட்டுட்டு கண்டிப்பா வருவாம்மா. അവൻ ഇങ്ങോട്ട് വരണ്ട. അവൻ എവിടാന്ന് വെച്ചാ പൊക്കോട്ടെ. സിദ്ധു ലച്ചു എവിടെ? അവർ രണ്ടുപേരും പുറത്തേക്കുന്നു. ഭയങ്കര വഴക്കാ. മിക്കവാറും കേശാണ്ടായിരുന്നു തീരുമാനം. വന്ന് കേറിയില്ല. അതിനു മുമ്പേ നമ്മൾ അവകാശം ചോദിച്ചു കേട്ടായിരുന്നു. പടവലത്തെ വീട് സ്ഥലം എല്ലാം കൂടെ ലച്ചുവിന്റെ പേരിൽ എഴുതി വെക്കണം. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഞങ്ങൾക്കൊന്ന് ഷെയർ ഇല്ലേ? അതന്നല്ല അപ്പൊ നമ്മളെ ഷെയറോ? அம்மா நீங்க எனக்கு ஒரு 10 சென்ட் தரேன்னு சொல்லிருக்கீங்கல்ல. കുടുംബം കലങ്ങി നിൽക്കുമ്പോഴാ നിന്റെയൊക്കെ ഷെയർ ഇല്ലയോ? ഓ ഓ ഓ അങ്ങനെ. അപ്പൊ ലച്ചൂര് എഴുതി കൊടുക്കണ കാര്യം പറയുമ്പോ ഈ കുടുംബം കലങ്ങലൊന്നും ഇല്ല അല്ലേ? എന്റെ ഗൗരി ഒന്നും മിണ്ടാതെ നിക്ക്. എന്റെ ഭഗവാനെ, ഇതൊക്കെ കാണാനും കേൾക്കാനുമാണോ നീ എന്നെ അങ്ങ് നെട്ടേക്കുന്നത്? എന്നെ അങ്ങ് എടുക്കണേ അങ്ങ്. അതിനു മുമ്പ് എനിക്ക് ഷെയർ തരണേ. എന്റെ അമ്മ, ചിലതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മാത്രം ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. அம்மா இங்க இருக்க உங்களுக்கு பிடிக்கலனா നമ്മൾക്ക് മധുരയ്ക്ക് പോലാമാ? പോകാം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ അവൻ അവളെ കൊണ്ട് ഇവിടെ പൊറുതി തുടങ്ങും. അയ്യ, ലച്ചു ഉള്ളപ്പോ അതൊന്നും നടക്കൂല എന്ന് ആര് പറഞ്ഞു? അവളെ സോപ്പിട്ടേ കാര്യങ്ങളൊക്കെ അവന്റെ വരുതിക്കാക്കാൻ അവന് നല്ല മിടുക്കാം. ഞാൻ അതെല്ലാം ആലോചിക്കണേ. ഈ ചെറുക്ക് എന്ത് ഭാവിച്ചിട്ടാണ്? ആ കൊച്ചിനൊരു 19-20 വയസ്സല്ലേ വരുള്ളൂ. എന്നാലും കാണാനല്ല ഭംഗി. ஆமா பாரு, அவளோட சிரிப்பு ரொம்ப அழகா இருக்கு. கண்ணு மொட்டை மாதிரி ரொம்ப அழகா இருக்குல்ல. അമ്മമ്മേ, അവര് തമ്മിൽ കാണാൻ നല്ല ചേർച്ചയുണ്ട്. ഇതങ്ങ് സമ്മതിച്ചാലാ? പിള്ളേരല്ലേ. മുണ്ടി പോവരുത്. മെർലിന്റെ കാര്യം വന്നപ്പോഴും ഇത് തന്നെ അവള് പറഞ്ഞത്. അമ്മമ്മോ, ഓ സീനാണ്, മൊത്തം വിഷയമാണ്. ലച്ചു എവിടെ? അവളതെ വായത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് വഴക്കിട്ട് ഒരു വിധത്തിൽ അവരെ ഗേറ്റിനെ പുറത്താക്കിയിട്ടുണ്ട്. അവൾ എന്റെ കൊച്ചുമോളാ. അമ്മമ്മ, അവളുടെ വായിരിക്കുന്നത് കേക്കണം. ആ ഏരിയല് നമ്മളാരും നിക്കത്തില്ല. അമ്മമ്മ അറിഞ്ഞല്ലോ അമ്മമ്മയുടെ കൊച്ചുമോളാണെന്ന്. അപ്പൊ ആ ഗുണമൊക്കെ കാണിക്കും. എപ്പോഴാ സ്വഭാവം അറിഞ്ഞത് പറയാൻ പറ്റും. അമ്മമ്മോ, ഇതിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ വെച്ചിട്ട് രജിസ്റ്ററിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ 1-1.5 ആഴ്ചക്കുള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും. പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിൽ ഇരുന്ന പെണ്ണിന്റെ ബന്ധുക്കളെല്ലാം കൂടെ ബസ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പോവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആഹാ, അത് ശരിയാവത്തില്ലല്ലോ. വിളിക്ക്. പാഴൂരും പടവലത്തും നെയ്യാറ്റിൻകരയും കുഴിപ്പളത്തും ഒക്കെ വിളിക്ക്. നമുക്കും ബന്ധുക്കളൊക്കെ ഉണ്ടെന്നൊന്ന് അറിയട്ടെ. എന്തിന്? ഇനി അവരെയും കൂടെ വിളിച്ചറിയിച്ച് ഇനി നാണം കെടാനാ? എന്റെ ഒരു സംശയത്തില് ഇത് കല്യാണമല്ല, വേറെന്തോ ഒരു പ്ലാനിങ്. ഇത് വേറെ പ്ലാനിങ് ആവാറുന്ന സാധ്യതയില്ല. കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു മുമ്പേ. സത്യത്തില് കേശു അവന്റെ കൂട്ടുകാരന്റെ കൂടെ ഒരു കല്യാണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടി പോയതാ. അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഏറ്റ ചെക്കൻ മുങ്ങി. അപ്പൊ പെണ്ണിന്റെ അച്ഛനും അമ്മയും വൻ കരച്ചില്, എന്റെ മോളെ ഇനി ആര് കിട്ടും, എന്റെ മോളെ ഇനി ആര് കിട്ടുമെന്ന്. അങ്ങനെ ഇരിക്കെ കേശു കയറി ഏറ്റെടുത്ത കല്യാണമാണ് ഈ കല്യാണം. അല്ലെങ്കിലും കണ്ണീര് കാണുമ്പോ മനസ്സറിയണ സ്വഭാവമാണ് അവന്റെ. சரி, அப்படின்னா நம்ம கேசு வேறொரு கல்யாணத்துக்கு போய் இந்த மாதிரி ஏதாவது ஒரு விஷயம் நடந்துன்னா அந்த பொண்ணையும் இவன் திருமணம் செய்வானோ? എന്റെ പൊന്ന് കനകേച്ചി, വെളിവില്ലാതെ ഓരോന്നും വിളിച്ച് പറയല്ലേ. നീ എന്ത് ചെയ്യും സിദ്ധു മോനെ? ഞാൻ ആലോചിച്ചോട്ടെ, പ്രത്യേകിച്ച് ഐഡിയ ഒന്നും വരുന്നില്ല.